പക്ഷെ അവൻ ചെയ്തതിലും നമുക്കൊരു അടിച്ചപ്പോ ശരിക്കും നമുക്ക് വിഷമമായി. അയ്യോ ഇവ എന്തിനാ അടിച്ചത് എന്ന് ആലോചിച്ചിട്ട് നമുക്ക് വിഷമം. കാരണം ഇവൻ ഇനി പോയി കഴിഞ്ഞാൽ അവിടെ ആരുമില്ല. ഇനി ആരിട്ട് ഇവര് ഇതാക്കും എന്ന് നമുക്കറിയില്ല. ഇനി ഇനി വൈൽഡ് കാർഡിൽ ആരെയും നല്ലത് വരണം. അല്ലെങ്കിൽ സിജോന്റെ പ്രസംഗം കേട്ട് തളരും നമ്മള്. സിജോ പറയുന്നൊക്കെ നല്ല ഡീസന്റ് പറയുന്നത്, ചെറിയ കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ അവന് ഇവര് പറഞ്ഞ പോലെ വളച്ചൊടിക്കല് നന്നായിട്ടുണ്ട്. വളച്ചൊടിച്ച് കൺവിൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെയല്ല ചെയ്തത്, ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്. അവൻ പറഞ്ഞു വരുമ്പോ കേൾക്കുമ്പോ നമുക്ക് തോന്നുന്നു കറക്റ്റ് ആണ്. അതായത് ഒരു നന്മമരം കളിച്ച് കൺവിൻസ് ചെയ്യും. നല്ലോണം നമ്മള് ചിന്തിച്ചു നോക്കുമ്പോ തേങ്ങ ഇവൻ മാറ്റി ഇത് ഡയലോഗ് അടിക്കാനുള്ളതുള്ള. അത് ശരിക്കും സംസാരിക്കണതിന്റെ ഒരു കഴിവാണ്. സംസാരിക്കാൻ അറിയുന്ന വെച്ചാൽ നമുക്ക് എന്ത് കാര്യം കൺവിൻസ് ചെയ്യാന്നുള്ളത് അവന്റെ ഒരു ക്യാരക്ടറിൽ എനിക്ക് മനസ്സിലായി. നന്നായി സംസാരിക്കാറിഞ്ഞാൽ നമുക്ക് ഏത് പൊട്ടക്കാരും നല്ലതായിട്ട് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അത് ശരിക്കും നമ്മൾ ഓഡിയൻസ് പറഞ്ഞ പോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. നന്നായി സംസാരിക്കാൻ പഠിച്ചാൽ എന്ത് കാര്യം നമുക്ക് വിശ്വസിപ്പിച്ചെടുക്കാം. മറ്റേ വൈൽഡ് കാർഡ് ആയിട്ട് വരുന്നത് ഒരു പബ്ലിക് കോമണർ പോലെ കോമണർ 3 വരുന്നത് വൈൽഡ് കാർഡ് ആയിട്ടുള്ളത്. പക്ഷെ കോമണേഴ്സ് ഇവരുടെ അടുത്ത് പോയിരുന്നു നിൽക്കുമെന്നല്ല. കാരണം ഇപ്പൊ നിഷാന നമ്മള് ഭയങ്കര ഇതായെന്ന് വിചാരിച്ചു. പക്ഷെ നിഷാന സിമ്പിൾ ആയിട്ട് പോയി. റസ്മിൻ ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അവള് അത്ര ഒരു പവർ കാണിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അതായത് ഇവരെ അടിച്ചൊതുക്കാൻ പറ്റിയ ഒരാൾ ഇത് നിങ്ങൾ ഫോളോ ചെയ്യണം അങ്ങനെയൊക്കെ പറയുന്ന നല്ല ആശക്തി തന്നെയാണ്. പക്ഷെ ലൈവായിട്ട് ഒരാളോട് സംസാരിച്ച് നിന്ന് അത് ചെയ്യിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ആയിട്ടില്ല.